മിനിഞ്ഞാന്ന് മിനുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചമാങ്ങ പിച്ചിക്കൊണ്ട് വന്നില്ലായിരുന്നു. അതാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും അതൊന്ന് പഴുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചെടുത്ത് പഴമാങ്ങക്കറി വെക്കാമെന്ന്, മിനുവിന് കുറച്ച് കഴിക്കാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. മിനുവിന് പഴമാങ്ങക്കറിയോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് കുറച്ചെടുത്ത് മാറ്റി വെച്ചത്. ഇതിൻ്റെ തോല് കളയാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. പക്ഷെ നല്ല നാട്ടുമാങ്ങയല്ല, നല്ല മണവും ടേസ്റ്റും ആയി. ഭയങ്കര തേൻ പോലത്തെ മധുരമാണ്. ഇതിനകത്ത് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ. നിങ്ങളെങ്ങനെ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പഴുത്ത മാങ്ങയ്ക്കകത്തോട്ട് ഇച്ചിരി പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ശകലം വെള്ളവും കൂടി ഒഴിച്ച് വെക്കണം. കാരണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കണം. നമ്മൾ എന്നിട്ട് കുറുക്കി വറ്റി വെച്ചെടുക്കണേ. അതാണ് ഇതിൻ്റെ പരിവ് കേട്ടോ. എന്നിട്ട് തേങ്ങാരപ്പ് അരയ്ക്കാനായിട്ടേ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് രാവിലെ തന്നെ അതങ്ങ് അരച്ചായിരുന്നേ. അതിനകത്തോട്ട് തേങ്ങയ്ക്കകത്തോട്ട് ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി നന്നായിട്ട് അരച്ചെടുക്കണേ. അരച്ചെടുത്തിട്ട് ഇച്ചിരി തൈരോട് ഒഴിക്കണേ. തൈര് ഒഴിച്ചാൽ പിന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണേ. പിന്നെ കടുക് എല്ലാം കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമാണോ മാമ്പഴ പുളിശ്ശേരി?